ഹലോ ഗായ്സ്, ദൂരെ ഒരിടത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏകദേശം 8 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത്തവണ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ചാവക്കാടുള്ള മറൈൻ വേൾഡ് എന്ന അക്വേറിയത്തിലേക്കാണ്. തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡ് എന്ന അക്വേറിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇതിനു മുന്നേ ഒരു തവണ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ വളരെ അത്ഭുതകരമായി നോക്കി നിന്ന ഒരു അക്വേറിയമാണിത്. കാരണം ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ഒരു അക്വേറിയം നമുക്ക് ഇനഫായിട്ട് തോന്നില്ല. അത്രയേറെ കളക്ഷൻസ്, 300-ലധികം ഇനം സമുദ്രജീവികളുള്ള ഒരു ആവാസ കേന്ദ്രമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ കടലിനടിയിലേക്ക് ചെന്നിട്ട് ഈ ഫിഷസിനെ എല്ലാം നമ്മൾ കാണുന്ന പോലെ അതേ ഫീലാണ്, അതേ ആംബിയൻസിൽ അവർ ആ മറൈൻ വേൾഡ് എന്ന അക്വേറിയം പബ്ലിക്കിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ഹസ്ബൻഡുമായി പോയി ഇതെല്ലാം ഞാൻ ആസ്വദിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി ഇവിടെ വരുന്നത് എൻ്റെ പാരൻസുമായിട്ടായിരിക്കും. കാരണം എൻ്റെ പപ്പയ്ക്ക് ഈ ഓർണമെന്റൽ ഫിഷസ്, അക്വേറിയം ഇതൊക്കെ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ പപ്പ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഇതൊക്കെ. അപ്പോൾ പപ്പയെ എന്തായാലും ഇവിടെ ഈ മറൈൻ വേൾഡ് കൊണ്ടുവന്ന് കാണിക്കണമെന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ഹോളിഡേക്ക് എനിക്കത് സാധിച്ചു. മറൈൻ വേൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രത്തിനടിയിൽ ജീവിക്കുന്ന നിരവധി അത്ഭുതകരമായ ജലജീവികളെ നമുക്കിവിടെ കാണാൻ കഴിയും. മറൈൻ വേൾഡ് എന്നത് ഒരു അക്വേറിയം മാത്രമായി ഒതുങ്ങുന്നില്ല കേട്ടോ. ഇവിടെ ഫിഷ് ഫീഡിംഗ്, ലൈവ് ഫിഷ് ക്യാച്ചിങ്, 16D സിനിമ, ഹൊറർ ഹൗസ്, ബേർഡ്സ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. മറൈൻ വേൾഡിലെ ആദ്യ വിസിറ്റിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ സന്ദർശിക്കുന്നവരാരും നിരാശയോടെ പോകേണ്ടി വരില്ല. കാരണം നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നമ്മൾ TV-യിൽ മാത്രം കണ്ടിട്ടുള്ളതായ വിവിധ സമുദ്രജീവികളുടെ ഒരു അത്ഭുതകരമായ ദൃശ്യ വിരുന്ന് തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വീണ്ടും നമുക്ക് വരാൻ തോന്നും. അപ്പോൾ നമുക്കിവിടുത്തെ ഓരോ അട്രാക്ഷൻസും കാണാം കേട്ടോ. ഇതിപ്പോ 2ാമത്തെ സെക്ഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഫിഷ് സ്പാ ചെയ്യുന്ന ആൾക്കാരെ കാണാം. മിഡിലായിട്ട് ടീയും സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ സ്റ്റോർ ഉണ്ട്. പിന്നെ ഇതുപോലെ അക്വേറിയത്തിനുള്ളിൽ നിന്നും നമുക്ക് മത്സ്യങ്ങളെ വീക്ഷിക്കാം. മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടന്നാൽ ഒരു അന്റാർട്ടിക്ക ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിറയെ കോഴിക്കാർപ്പുകളും, അതും ഡിഫറെന്റ് കളേഴ്സിലെ കോഴിക്കാർപ്പും പിന്നെ സ്ട്രിംഗ് റേസും ആണുള്ളത്. ഡൈനോസസിന്റെ ഫോസിൽ പതിച്ച ഈ ചുവരുകളുള്ള റാമ്പിലൂടെ കയറി ചെല്ലുമ്പോഴാണ് അടുത്ത സെക്ഷൻ. നിങ്ങൾ മഴക്കാടുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറൈൻ വേൾഡിലേക്ക് പോര്, എന്തൊരു സെറ്റപ്പാ നോക്കിയേ. ഈ ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് ഒരു പാലത്തിന് മുകളിൽ നിന്ന് താഴെ തടാകത്തിലേക്ക് നോക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിറയെ അരാപ്പൈമയും പിന്നെ പാക്കോ ഫിഷസും ആണ്. ഈ ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പടിയിറങ്ങി ചെല്ലുന്നത് ഒരുപാട് ഫൈറ്റേഴ്സിന്റെ ഒരു കളക്ഷനിലേക്കാണ്. കുറച്ചു മുന്നേ നമ്മൾ ഒരു റാമ്പ് കയറി ചെന്നൊരു ബ്രിഡ്ജിന് മുകളിൽ നിന്ന് കണ്ട ആ ഒരു കളക്ഷൻ ഓഫ് ഫിഷസ് ഇല്ലേ, അരാപ്പൈമയുടെയും പാക്കോ ഫിഷസിന്റെയും ആ ഒരു ടാങ്കിന്റെ അടിഭാഗമാണ് ഈ കാണുന്നത്.
ആരാപ്പയ്മ നിങ്ങൾക്കറിയാലോ, ഏകദേശം 10 അടി നീളവും 200 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും. ലോകത്തിൽ ഏറ്റവും വിഷമുള്ള മത്സ്യമെന്നറിയപ്പെടുന്ന റീഫ് സ്റ്റോൺ ഫിഷാണ് ഈ കാണുന്നത്. ഇവനെ കണ്ടാൽ ഒരു പാറയോ പവിഴപ്പുറ്റോ ആയിട്ട് തോന്നും. ആ ഫിഷ് ടാങ്ക് ഫുള്ള് ഞാൻ പരതി, ഇതിലെവിടെയാ ഫിഷ് എന്ന്. ഒടുവിൽ ശ്വസിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാ ഫിഷ്. ഈ മറൈൻ വേൾഡിലെ എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഫിഷ് ടാങ്കുകളെല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കലങ്ങിയ വെള്ളമോ അല്ലെങ്കിൽ നിറമങ്ങിയ വെള്ളമോ അങ്ങനെ ഒന്നുമില്ല. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് ഈ എല്ലാ ജീവികളെയും കൃത്യമായി ക്ലിയർ ആയി കാണാൻ പറ്റും. ഈ ഒരു അക്വേറിയം എല്ലാ ദിവസങ്ങളിലും പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആണ് കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയും ശനിയും ഞായറും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയും ഇത് ഓപ്പൺ ആണ്. അങ്ങനെ ദ വെരി മോസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള അണ്ടർ വാട്ടർ ടണൽ എത്തിയിരിക്കുകയാണ്.
മറൈൻ വേൾഡിലെ ടിക്കറ്റ് റേറ്റ് അറിയണ്ടേ? 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 400 രൂപയും 60+ കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിന് 350 രൂപയും 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 280 രൂപയുമാണ് റേറ്റ്. അങ്ങനെ ഏകദേശം 3 മണിക്കൂറോളം ഇങ്ങനെ സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നത് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് കേട്ടോ. ബൈ ബൈ.